ചേട്ടാ, അപ്പൊ നമ്മുടെ ഇത് എത്രാമത്തെ ടൂറാ? അഞ്ചാമത്തെ ടൂറ്. ആദ്യത്തെ എവിടെയായിരുന്നു? മൂന്നാറ്. 2 വാഗമണ്ണ്. 3 മസനഗുഡി ഊട്ടി. 4 വട്ടവട. 5 വയനാട്. അപ്പൊ ഇന്ന് നമ്മള് വയനാട് വന്നിരിക്കാണ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ സാരഥി ജിനിച്ചേട്ടൻ മുഖേനയാണ് നമ്മൾ എപ്പോഴും ടൂർ പോകാറ്. നമ്മുടെ 5ാമത്തെ ട്രിപ്പാണ്. നമ്മുടെ ഓഫീസിലത്തെ പിള്ളേരും അതുപോലെ നമ്മുടെ ഗ്യാങ്ങുമായിട്ട് 5ാമത്തെ ടൂറാണ് നമ്മൾ പോണേ. ഇതിൽ 5ാമത്തെ ട്രിപ്പിൽ 5 ട്രിപ്പിലും ആളുടെ വണ്ടിയിലാണ് നമ്മൾ പോവാറ്. അതാണ് നമ്മൾ തുടക്കം തന്നെ ആളെന്നെ കാണിച്ചത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വയനാട് എത്തിയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുക. ഇനി അടുത്ത സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പോകും. എന്തായി എല്ലാവരും ഓക്കെ അല്ലേ? എന്താ പറയാള്? ഒന്നും പറയല്ലേ? നിങ്ങൾക്ക് വല്ലതും പറയാം. അതെ, നിനക്ക് എന്തെങ്കിലും കഴിക്കണം. എല്ലാവർക്കും പറ്റിയ നല്ലൊരു കാര്യമുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് നോക്ക്. ഈ കളക്ഷൻ എവിടെ പോയാലും കളക്ഷൻ. അടിപൊളി. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടാ. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. 3 ദിവസം നമ്മൾ വയനാടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി പറയാം. ഓക്കെ. ഇന്നിനെ പോലെ ഇത്രയും സൽസ്വഭാവം ഇവിടെ കിട്ടല്ലേ? നായയുടെ കാലത്ത് അട്ടേനെ അടക്കം കളഞ്ഞു. ഇത്രയധികം ചോര പോയില്ലേ? നേരത്തെ ഒന്നും കാണാ. ബിജിത്തിന്റെ ഒരുക്കം കണ്ട, എന്തൊരു ഒരുക്കം. ഫ്ലാറ്റ് ഓ, പരിഷ്കാരി തന്നെ. ആദിത്യൻ എന്താ പറയാള്? കുറി തൊട്ട ഐശ്വര്യം കണ്ട. ഞാനും ഞങ്ങളെ കണ്ട കുളിച്ച പോലെ തോന്നണ്ട. അതാണ്. ഇപ്പൊ ബിജിത്ത് എന്താ നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാ വയനാട് വന്നു, എന്നിട്ട് റിസോർട്ട് ബുക്ക് ചെയ്തത് മൂന്നാറ്. എന്താ ചെയ്യല്? ഇപ്പൊ ഇനി അടുത്തത് വെക്കാം റിസോർട്ട്. ഗൈസ്, എന്താണ് വിശേഷം? സാർ ആരാ? മൻസൂർ വാ കേറ്. കുറച്ചേരം എങ്ങനെയൊക്കെ പോട്ടെ. ഹായ് പറയടാ പറ്റി. ഹായ് പറയ് ജിന്നെ. ഹായ് പറയ്. ഇറങ്ങടാ. ഹായ് നീണ്ട ആരെങ്കിലും? ഞാനില്ലല്ലോ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് ആനന്ദഭവനിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കും. എനിക്ക് പോരി മസാല റോസ്റ്റ് സർ உங்களுக்கு என்ன ஆர்டர்? கீ ரோஸ்ட். ഇനി എങ്ങടെ പോവാ നമ്മള്? വയനാട് എത്തിയിട്ടില്ലേ?
അപ്പൊ ഇതുവരെ വയനാട് എത്തിയിട്ടില്ലേ? ചുരം കയറാൻ പോണം. അപ്പൊ കഴിക്കും എന്തേ പോവാ ഇരിക്കേ പോവല്ലേ? കേറ് പോവല്ലേ നീ ആരാ? പാടാ നമുക്കൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. ഒന്ന് ഇത് ഒന്ന് ഒന്ന് കറങ്ങിട്ട് വരാം. എല്ലാരും കേറുമ്പോഴാ തനിക്ക് വലിക്കാൻ പോയിട്ട് വരാല്ലേ? ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സമയത്തിന് വലിയില്ലേ? ആദ്യായിട്ട കയ്യടി. ഹാ പിന്നല്ലാണ്ട് ടിക്കറ്റ് ഇട്ട് പോറ്. നമുക്ക് ഇവിടെ വല്ല നിർത്താൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തിയല്ലേ ഒരു പടം. വിരല് കുടിച്ചിട്ടാണല്ലോ ബിഞ്ചിത്ത് കിടന്നുറങ്ങണ്ടേ. വീഡിയോ പെട്ടയ്ക്കാം. നടക്ക് നടക്ക്. പക്ഷെ നല്ല വ്യൂ അല്ലേ, അടിപൊളി. അട്ടയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓളിയിട്ടുണ്ട് ആ പിള്ളേര്. ഞങ്ങൾ കനാല് പോയി അട്ട അടിച്ചാ ആര് കിട്ടിയേ? ലാമ്പാ എവിടെ നിന്റെ കാലും മട്ട എവിടെ? കത്തിച്ച് കത്തിച്ച് മുടി കരിയുന്നതുകൊണ്ട് എന്തായി ഇനിയല്ലേ ബീത്തിനൊന്നും കാണാനില്ല. അതാ ഉപ്പിട്ട പോവോ? ഉപ്പിട്ടോ സോഡ വയ്ക്കാണോ? ആടെ ഇറങ്ങി പിടിയാ ഇത് വേണ്ടേ? പൈനാപ്പിള് അരിനെല്ലിക്ക പൈനാപ്പിളും കടിച്ച് കടിച്ച് പോവാം. പൈനാപ്പിൾ എടുത്തോ. ഏതാ? എന്നാ ഒരു ബോട്ടിൽ എടുത്തോളൂ. എനിക്കൊരു പൈനാപ്പിളും
ചേച്ചി പേരെന്താ? തിരക്ക് കുറവാ? അപ്പോ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അടുത്ത ഗാനം ആലപിക്കാൻ ജിന്നി ബിന്ദു തന്റെ പകരം ഞാൻ കണ്ടറിയുന്നേ കുഞ്ഞകിനി വെള്ളം വേവണം കള്ളിക്കുയിലേ കുഞ്ഞകിനി മീനും പിടിക്കണം വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതി മിതുകുറേ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്ന തകതി മിതുകുറേ വെള്ളം കുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി അന്തിക്കൂട്ടങ്ങാമത്തി ഞാൻ നീളം കല്ല് കൂട്ടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. മന്ദാരത്തിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിരണ്ടുണ്ടോ ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരത്തിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം വാടിരണ്ടു വരുന്നു ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാടി മാമുണ്ട് ചാട് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാടി മാമുണ്ട് ചാട് വെള്ളരിക്കുഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോട് പിച്ച നടന്ന് ചൊല്ലി കുഞ്ഞോളെ പകരണ നിക്കരാവ് എന്നാണ് ചിരിച്ചേ മാറൻ നേരത്ത് കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി വെച്ചത് നേരാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇവിടെ ചേച്ചിയുടെ തട്ടുകടയിലാണ്. യെസ്, എന്താ കഴിക്കാൻ? എന്തേ കഴിഞ്ഞ? ആ കഴിക്കാം, വാ. 20 ആള് ചേച്ചി. ആ യെസ്, അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഫുഡ് കഴിക്കല്ലേ? ഫുഡ് കഴിക്കും. നല്ല ചേച്ചിമാരുടെ ഇതാണ് വയനാടിന്റെ മാപ്പ്. ബിരിയാണി
പപ്പയോ ഉണ്ട് ഫുഡ് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ലല്ലോ. എന്താ തരയണ കൂട്ടാ? ഇതെന്താ തരയണേ? എന്താ തരയുണ്ടല്ലോ? എല്ലാവരും ഓക്കെ അല്ലേ? എന്താ ഉണ്ട് വേണ്ടല്ലേ? സെറ്റല്ലേ? നീ അടുത്ത വെള്ളം നിൽക്കണം. ബാ ചേട്ടൻ പേരെന്താ? അക്ഷയ്. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് ഇല്ല, തൃശ്ശൂർക്ക് ഇല്ല, തൃശ്ശൂർക്ക് വരുന്നില്ല. ട്രൂ ആണോ നിങ്ങള്? അല്ലേ ദവാഹേ എന്നൊക്കെ ഓംപ്ലേറ്റ് ചാടണം. ശരി, ഇനി എന്തെങ്കിലും വേണോ? വേണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പൊക്കോ. സാമ്പാർ വേണോ? ഇനി അതിലെവിടെ സാമ്പാർ കഴിക്കണം? മീൻ ചേർ നമ്മുടെ അവിടുത്തെ പോലെ അല്ല അല്ലേ? എങ്ങനെയുണ്ടാവും ഫുഡ്? നമ്മുടെ ഫുഡായോണ്ട് നൈസായിരുന്നു. സ്വന്തം ഹോട്ടലായോണ്ട്. സ്വന്തം ഹോട്ടലല്ലേ? സ്വന്തം ഹോട്ടലാണ്. വയനാട് പാർട്ണർഷിപ്പാണ്. ഞാനും ചേട്ടനുണ്ട്, 2 ചേച്ചിമാരുണ്ട്, ചേട്ടനുണ്ട്. നല്ല ഹോട്ടല്, നല്ല ഫാമിലി ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഊണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലം. എന്തായി പോവാ? അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടാണ്. ലെക്സ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് നമ്മൾ എടുത്തിരിക്കണേ. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇങ്ങനെ ഈ 2 ചെടികളുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ റിസോർട്ടിലേക്ക് ഇങ്ങനെ വന്ന് കയറും. നല്ല രസമായിരുന്നു കേട്ടോ. ജാതി വ്യൂ ആയിരുന്നു അവിടുത്തെ. നല്ലൊരു വ്യൂ ഉള്ള റിസോർട്ടാണ് കണ്ടോ. ഇങ്ങനൊരു വീട്. ഇതിപ്പോൾ ഈവനിങ് ഒരു 5:15 സമയം കേട്ടോ. ഇവിടെ ഇങ്ങനൊരു നമുക്കിരുന്ന് വർത്താനം പറയാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ്. ഊഞ്ഞാല്, നമ്മുടെ ബെഞ്ചിത്ത് കിടന്നുറങ്ങുക. നല്ലൊരു രസമുണ്ട് കേട്ടോ വ്യൂ. പിന്നെ അതുപോലെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് സ്ഥലം. ഇവിടെ ഇങ്ങനെ അതുപോലെ കേട്ടോ. പക്ഷേ നല്ല ബ്യൂട്ടി അല്ലേ? അതിൻ്റെ ഇതിനോട് ചേർന്നിട്ട് നമുക്കൊരു നൈസ് പൂള് ഇങ്ങനൊരു വീട് അത്യാവശ്യം നല്ലൊരു റൂമോട് കൂടിയിട്ട്. ഞങ്ങളിപ്പോൾ വന്ന് കയറിയുള്ളൂ. അപ്പോൾ അത് കാരണം ഒക്കെ ഉറക്കത്തിലാണ് കേട്ടോ. എല്ലാവരും കിടന്നുറങ്ങുക. എല്ലാവരും നല്ല റെസ്റ്റ് മൂഡ്. കിച്ചൺ, ഇവിടെ അങ്ങനെ ഒരു കിച്ചൺ, ഇങ്ങനെ കാര്യങ്ങൾ. ഇവിടെ റൂം. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. റെസ്റ്റ് ഉറങ്ങട്ടെ. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാട്ടോ. പിന്നെ ഇതിങ്ങനെ ഈ ഒരു വീടിനോട് ചേർന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരു ഉണ്ടോ, നൈസ് വ്യൂ ആണ്. നൈസ് വ്യൂ ആയിട്ട് ഇവിടെ അങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും. ക്യാരം ബോർഡ് കളിക്കാൻ അറിയാത്തവർ ഇരുന്നിട്ട് ക്യാരം ബോർഡ് കളിക്കുന്നു. വെറുതെ ഷോ വർക്ക്. ഇത് നമ്മുടെ സാരഥി ജിൻചേട്ടൻ. ഹെലി എടുക്കടാ. ഓ പിന്നെ ഇവിടെ ഇങ്ങനെ 2 ക്വാർട്ടേഴ്സ്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുക.
പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്ന് ചെല്ലുമ്പോൾ കാണുന്നത് എന്താ നൈസ് ഒരു പൂള് വൈബ്. ആഹാ ഒക്കെ കിടന്നുറങ്ങാട്ടാ. എണീപ്പിച്ചേ ബാടെ പൂ. ആ നീ അവിടെ പോയി കിടന്നു. എണീക്കടാ, പൂളും ഇതൊന്നും ചെയ്യണില്ലേ? ഇതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഗ്ലാസ്. കണ്ണാപ്പിയ വെള്ളത്തിൽ മുങ്ങിയാ? അല്ലടാ, ഇറങ്ങാൻ പോവാ? കാലത്ത് നട്ടപ്പറ വെയിലത്ത് പൂളില് മണിയൻ മണിയൻ ടൂറിലെ മണിയൻ മൻസൂർ. എടേ തല മുങ്ങിയ മതിന്ന്. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ പറ്റുമോ? ഫുള്ള് മുങ്ങിക്കോ, അതുമ്പോ പിടിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒതുങ്ങിക്കണ നീ ഒതുങ്ങിയിരിക്കണ ധീരജേ. ആ ധീരജ് ഒതുങ്ങിക്കട്ടാ. മൻസൂർ ജയിച്ചു. ജയിച്ചു മൻസൂർ ജയിച്ചു. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്തുട്ടാണ് ബിഞ്ചിത്തെ? ടൂറായാലും എന്തായാലും ബിഗ് ബോസ് നിർബന്ധം. ബിഗ് ബോസ് നിർബന്ധം ടൂറായാലും എന്തായാലും. ഓ പാട്ടിത്തരാ വർക്കുണ്ടാ അണ്ണാ ഇങ്ങ കിടക്കുമാ? നീ ഒന്ന് ഇങ്ങനെ കാലിങ്ങനെ ഡെസ്റ്റിനേഷൻ ഊട്ടി പോണെങ്കിൽ പെർമിറ്റ് എടുക്കണം. വിജയണ്ണ അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ പോണത് ഊട്ടിയിലേക്കാണ്. ഊട്ടി അപ്പൊ ഇനി ഊട്ടി എത്തിയിട്ട് കാണാം. ബൈ. അല്ലേ ഊട്ടിക്ക് പോവാം. ബൈ ടു ദിസ് റിസോർട്ട്. ബൈ ബൈ. എന്തായാലും ബാക്കി നമ്മുടെ മെയിൻ കോർഡിനേറ്റർ അനീഷ് തിരൂർ നടക്കണണ്ട. പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലാന്ന്. അത് കാരണം ഞങ്ങളുടെ കണ്ടോ കുപ്പികളൊക്കെ പിടിച്ചു വെച്ചു. സംരക്ഷണം മനസ്സിലായില്ലേ? കൊണ്ടുപോകാൻ പാടില്ലാന്ന്. നടക്കില്ല കേട്ടാ. അപ്പൊ പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് വരാൻ പാടില്ല. പിടിച്ചു, പോലീസ് പിടിച്ചു. പ്ലാസ്റ്റിക് കുപ്പി പിടിച്ചു ഗൈസ്. കളഞ്ഞോ? എതിരല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. നീയല്ലേ നേരത്തെ പറഞ്ഞ? പ്ലാസ്റ്റിക് ആണെങ്കിൽ കംപ്ലീറ്റ് നിരോധിക്കണ്ടല്ലേ? ആ പ്ലാസ്റ്റിക് ആണെങ്കിൽ എല്ലാം നിരോധിക്കണം. ഇപ്പൊ എത്ര വെള്ളം പോയി. പക്ഷെ ശരിക്കുണ്ടല്ലോ ആ വെള്ളം അവർക്ക് ശേഖരിച്ച് വെക്കുക. അവർക്ക് വെള്ളം ഇല്ലാത്ത ആൾക്കാരെ നാട്ടുകാര് അല്ലേ? അയ്യേ അവര് കളയാൻ പറഞ്ഞു. വേസ്റ്റ് കളയണത് എന്തൊരു ശരിക്ക് വെള്ളം കളയണത് തെണ്ടിത്തരല്ലേ ഇവര്. വെള്ളം അവർക്ക് ഒരു ഡപ്പയില് ഒളിച്ചു വെച്ചൂടെ? അല്ലടാ, പ്ലാസ്റ്റിക് കുപ്പി കളഞ്ഞിട്ടേ ഒരു ഡപ്പയിലെങ്കിലും ഒഴിച്ചു വെച്ചൂടെ ഇവർക്ക് വെള്ളം? ഇവര് വെള്ളം ഇല്ലാത്ത ആൾക്കാരല്ലേ? മഴയാ
അവർക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, അവരെ പണിയില്ലാതെ. അല്ലടാ അവർക്ക് ഒരു ക്യാൻ വെച്ചാലേ ഈ നാശാവണ ഈ കുപ്പി മാത്രം കളഞ്ഞിട്ട് അത്ര അധികം 2 ക്യാൻ വെള്ളം വെറുതെ കളഞ്ഞു. അതവിടെ ഒഴിച്ചു വെച്ചാൽ ആർക്കും എനിക്ക് നിറച്ചുകൊണ്ട് ഉപയോഗിച്ചൂടെ, അവർക്ക് കുടിച്ചൂടെ? 12 ലിറ്റർ 12 ബോട്ടില് 12 + 24 ബോട്ടില് കഷ്ടമല്ലേ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, കിട്ടില്ല ഫ്രെയിം കിട്ടി. എന്തിട്ടടാ പാവൻ ചെക്കനെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാ? ബെന്നെ നോക്കി കേട്ടോ, ഫ്രെയിം ആയിട്ട് വരൂട്ടാ. എന്തിട്ട് ശർക്കരൊക്കെ എന്താ ഇവിടെ സംഭവം? ADC എന്തിട്ടാ കൈ എന്താ സംഭവം? എന്താ എന്തിട്ടാ? ചായയാണോ? ശർക്കര ചായ ഉണ്ടാ? ആ എന്നാ ശർക്കര കാപ്പി. എല്ലാവർക്കും ശർക്കര ചായ മതിയോ? ശർക്കര കാപ്പി അല്ലേ? ശർക്കര കാപ്പി എടുക്കാൻ പറഞ്ഞാൽ മതി ഫുള്ള്. എത്ര പേർക്ക്? 19 20 20 അനിലിന്റെ ഭാര്യ, അനിലിന്റെ കുട്ടിയാണത്. പിന്നെ താഴെ നോർമലി അത് ഇത് അമ്മാവനായ ജിന്നി എപ്പോഴും ഇങ്ങനെ ബാലി അപ്പൊ ഇപ്പുറത്ത് ഞാനല്ലേ. ഇത് തീരുമാനമായി ഇതാണോ അതാണോ? അത് വാരല്ലേ ഇന്ത്യയാണോ? പക്ഷെ നീ ഇന്നാലും ആ അമലിന്റെ ഇത് വീഡിയോ എടുത്തത് ശരിയല്ല. അത് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പരിപാടിയല്ലേ നീ? അവ എവിടെ കിട്ടിയ ചക്കര കിട്ടിയ? പായസം അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ വയനാട് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനി നമ്മള് ഊട്ടിയിലേക്ക് പോകണം. ഊട്ടി. അപ്പൊ ഊട്ടി ഒറ്റ മൈൻഡിൽ ഊട്ടി പോവാ. വയനാട് പോയിട്ട് ട്രിപ്പ് അവസാനിപ്പിക്കേണ്ട ആൾക്കാരാ, പക്ഷെ തണവില്ല. ഞങ്ങൾ പോയപ്പോ തണവുണ്ടായിരുന്നില്ല. അപ്പൊ നേരെ ഊട്ടിക്ക് പോവാ. ഊട്ടി ഇത് അനീഷിനെ ഊട്ടി പോയിട്ട് വരാം. അങ്ങനെ കൂടുതലൊരു വഴി നമ്മൾ ഊട്ടിയിലേക്ക് എത്താൻ പോവാണ്. അപ്പൊ വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലമാണിത്. ഒരു 7 മണിയോട് കൂടി നമ്മള് ഊട്ടിയിലേക്ക് എത്തും. നമ്മൾ വിചാരിക്കും ഇത് റോഡിന്റെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആനകൾ വരുന്ന സ്ഥലം അത് തന്നെ കണ്ടോ. ഇലക്ട്രിക്കൽ മറ്റേ സുനാപ്പി ഒക്കെ കിട്ടുന്നുണ്ടോ? കുടിച്ചിറങ്ങിയ കാപ്പി അപ്പൊ ഇനി വീണ്ടും ബില്ലടിക്കണ്ടേ? തെണ്ടി പിള്ളേര് നീ കുടിച്ചില്ലേ? അല്ല വീണ്ടും വേണ്ടേ? അപ്പൊ അവരിന് വേണ്ടി ബില്ലടിച്ചോ? സ്നേഹം കണ്ടോ ജിഷ്ണുവിന്റെ മയില് തീട്ട സാധന പോലെ. അതേ ഇത് വ്ളോഗൊക്കെ ഇറങ്ങുമ്പോ കട്ട് ചെയ്ത് ഇറക്കൂട്ട ആൾക്കാര്. മോനെ ഇതാണ് റൂട്ട്. മഞ്ഞായി. ആഹാ ഇവിടെ വന്നാ എടാ നോക്കിയടാ മൂടും മഞ്ഞാണ് വയനാടിന്ന് മാറി ഇവിടെ വന്നപ്പോഴാണ് ക്ലൈമറ്റ് 5:15 കേട്ടോ സമയം. 5:15 സെറ്റ് ക്ലൈമറ്റ്. ഇന്ന് രാത്രി വിറച്ചു മരിക്കുന്നുള്ള കാര്യം ഷുവറാ.
അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ പരിപാടി ഓണായി. അപ്പൊ ഒത്തിറക്കാൻ പറ്റൂല്ലേ? ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാലെ മാമ്പഴമാകട്ടേന്ന് പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാലെ മാമ്പഴമാകട്ടേന്ന് പുള്ളിള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാലെ എത്ര ഞാൻ വാങ്ങി തന്നു മാങ്ങ പ്രായത്തിൽ കണ്ടപ്പോ അപ്പൊ ഈ കഴുതയില് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഡയലോഗ് പറയണം കേട്ടാ. ഞങ്ങൾ നോക്കിക്കൊണ്ട് അടുത്തായിട്ട് തോറ്റ കഴുതയായിട്ടുള്ള ധീരജ് ഡാൻസ്. ധീരജിന്റെ ഡാൻസ് ഡാൻസ് ഡാൻസ്. അജിത്താണ് അലൻ ജോസിന്റെ ഡാൻസ് കളിക്കാൻ പോണത്. അപ്പൊ വാ. നീ
അതായത് ഇതിൽ തോൽക്കണവര് പൊന്നുസഖി, ഇതിൽ തോൽക്കണവരെ നീ ജയിച്ചോ. പാട്ടിയാക്കില്ലേ ശബ്ദം കൊണ്ട്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വലിച്ചു കയറിക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ജാസ്മിൻ പൊളിയാണ്, നീ അടിപൊളിയായിട്ട് അടിപൊളി 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 അടിപൊളി. കയ്യടി കയ്യടി കയ്യടി. മോർണിംഗ് 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 മോർണിംഗ്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടി ട്രെയിൻ പിടിക്കാനാണ്. നല്ല തണവായിരുന്നു രാത്രി. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്, ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ആ മറ്റേ ടോയ് ട്രെയിനാ, എന്താ ടോയ് ട്രെയിൻ, കൽക്കരി ട്രെയിൻ കാണാൻ പോവാണ് നമ്മള്. നീ കയറിണ്ട ആദ്യം? അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഊട്ടി ട്രെയിനിലേക്ക് പോണത്. ഊട്ടി ട്രെയിൻ ഗംഭീര ഫ്ലാഗ് അല്ലേ. നൈസുമോട് സ്ഥലം. ട്രെയിൻ ഇവിടെയാണോ? ഇവിടെ വരില്ലേ ചേട്ടാ? ഇവിടുന്നാ? തമിഴ്നാണോ? ഓ ഓ നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. എന്താവാൻ ട്രെയിൻ വരണ്ടേ? ഹൈ ഹൈ ഹായ് ഹായ് ഹൈ ഹരി. തൃശ്ശൂര് എന്താണ് പറയാളെ? അപ്പൊ ട്രെയിൻ വരും അല്ലേ? എന്താലേ ഹായ് അങ്ങടി നീ കിടക്കണം. നമ്മള് എന്താ പറയാള്? വല്ലതും പറയാണ്ടോ? എന്ത് പറയാ, ഹനാൻഷ നമ്മളിപ്പോ ഹനാൻഷ ടോയ് ട്രെയിനിൽ കയറി പോവാൻ പോവാണ്. ഇയാല ഹനാൻഷ ജിന്നെ എന്തെങ്കിലും പറയണ്ടോ? ഹനാൻഷാനെ പറ്റിട്ടാണോ? ഇതാ ഹനാൻഷല്ല, ഹനുമാൻഷ. എന്തെങ്കിലും ഉണ്ടോ? ട്രെയിനിൽ പോവല്ലേ? ഇതെന്താ ഇവിടെ? സാധാരണ ഇവിടെ ഭയങ്കര തിരക്കല്ലേ പോവാ?
ഇത് തിരക്കില്ലാന്നുണ്ട്. ആ തിരക്കില്ലാത്തോണ്ടാവും. സാധാരണ 12 മണിക്കും എത്ര മണിക്കാ 2 മണിക്കാ ട്രെയിൻ? നമ്മളുണ്ടല്ലോ മൊത്തം ഇനി ആകെ 5 ടിക്കറ്റ് ബാക്കിയുള്ളൂ നമ്മളെടുത്തതിന് ശേഷം. NMRയുടെയോ എവിടെ ചായ ഉണ്ടെന്ന് ഇല്ലേ? ക്യാൻറ്റീനാണ് കേട്ടോ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ ക്യാൻറ്റീൻ. ശരിക്കുള്ള പേരറിയോ? ഊട്ടിയുടെ ശരിക്കുള്ള പേരറിയോ? ഊട്ടിയുടെ ശരിക്കുള്ള പേരറിയോ? മൂട്ടി. ആർക്കും അറിയില്ല. മൻസൂർ, ഊട്ടിയുടെ ശരിക്കുള്ള പേരറിയോ? ഉദകമണ്ഡലം. ഉദകമണ്ഡലം. കണ്ടാ 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 ഏതാ വ്ളോഗർ കുഞ്ഞാമ്പൂ? ഈ കത്തനാരുടെ ഷൂട്ടൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? നന്നായി പോണു. നന്നായി പോണ്ട്. മറ്റേ ATM കവറാ വന്നതാ റോബിൻഹുഡ് കണ്ടില്ലേ? ആ അൽറോ എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയല്ല. ധീരജ് എന്തെങ്കിലും പറയാൻ? 2 കാപ്പി പറഞ്ഞ? എന്റെ ചായ എന്റെ ചായ എന്റെ ചായ. ചേട്ടാ ഊട്ടിയുടെ ശരിക്കുള്ള പേരറിയോ? ഊട്ടിയുടെ ശരിക്കും ഉണ്ടൊക്കെ അവിടെ നോക്കിയേ പകുതി വായിക്കാൻ പറ്റുള്ളൂ. ഉണ്ടങ്ങ മുണ്ട. മുണ്ടല. ഉദകമണ്ഡലം. നോക്കി വായിക്കാനുള്ള ഒരു കഴിവ്. ഉദകമണ്ഡലം. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട്. പിന്നെ എന്താ പറയാ, നമുക്കിവിടെ മറ്റേ ഇനി മെട്രോ കൊണ്ടുവരാനുള്ള ഒരു ഇതും കൂടി നമുക്കിവിടെ അപേക്ഷിക്കണം. എന്തായാലും അടുത്ത വട്ടം വരുമ്പോ ഊട്ടി മെട്രോയില് നമുക്ക് എന്തായാലും കേരള വകുപ്പ് നമുക്ക് അറിയില്ല കേട്ടോ. അറിയില്ല. ഇയാളറിയാം. ഇപ്പൊ ഇവിടെ പണ്ട് എത്ര ട്രെയിൻ ഉണ്ടായിരുന്നു അത് അറിയോ താങ്കൾ പറയണെങ്കിൽ? അത് പണ്ട് എന്ന് പറഞ്ഞൊരു 10-30 അത്രയൊന്നും ഇല്ലെങ്കിലും 2-3 ട്രെയിൻ. അപ്പൊ പണ്ട് ഇവിടെ ചുരം പോലെ ആയിരുന്നോ ട്രെയിൻ അതോ മല പോലെ ആയിരുന്നോ? മല പോലെ. ഇവിടെ ഇപ്പൊ ട്രെയിൻ നേരെയാണോ പോവാ ബാക്കിലോട്ടാണോ പോവാ? സൈഡിലേക്ക് ഇങ്ങനെ പോവാ. സൈഡിലേക്ക്. താങ്കൾ എവിടുന്ന് വരുന്നേ? തൃശ്ശൂര് അല്ലേ? മുതുവറ സ്വദേശി. താങ്കൾ ബാഗായിട്ടാണോ വന്നിരിക്കണേ? അതല്ലേ? അല്ല, ക്യാമറ തിരിച്ച ക്യാമറമാന്റെ ബാഗ് ഒന്നും കാണാറുണ്ട്. അടുത്തതായിട്ട് ഷോ വർക്കാണ്. റാംബാക്ക്. ക്യാമറമാൻ ജിന്നിനോടൊപ്പം അനീഷ് തിരൂർ. നടക്കണ കഴിഞ്ഞാൽ തന്നെ അല്ലേ ഊട്ടിപ്പെട്ടണം. ഏതാ ക്യാമറമാൻ? 50 ആൾട്ടിയ എന്താ ഇവിടെ കഥ? സെൽഫി അല്ല, വീഡിയോ ആണ്, വ്ളോഗാണ്. വ്ളോഗ് നിന്റെ അഴിഞ്ഞാട്ടൊക്കെ ഉണ്ടെങ്കില് ട്രെയിൻ വരാറായോ? ട്രെയിൻ വരാറായോ? താങ്ക് യു. ഞാൻ പോവാട്ടാ. കഴിക്കാനാ എല്ലാവരും ഇല്ലേ? ഹായ് ഇവിടുന്നത് പിന്നെ വണ്ടി എടുക്കാൻ ബിസ്ക്കറ്റ് വേണോ? ആദ്യമായിട്ടാണ് ഊട്ടിയിൽ ട്രെയിൻ കയറുന്നത് അല്ലേ? ആണോ ചേട്ടാ? ഇപ്പൊ ഊട്ടിയിലത്തെ ആദ്യത്തെ ട്രെയിൻ സർവീസ്.
ഉപയോഗം ഷാനുവിനെ ട്യൂൺ ചെയ്യുന്ന അഭിജിത്ത്. ഷാനു നിന്നെ ട്യൂൺ ചെയ്യണവൻ. വേണം മടുത്തോരം വലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായ തറ വേണം മടുത്തോരം വലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെന്നാവല വേണം കുളിച്ചു ചെന്നാകം തോൽക്കാൻ ചന്ദനം വേണം. ആലായ തറ വേണം അടുത്തോരം വലം വേണം ആലിനും വേണം. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാത് പോരണ്ട പോരണ്ടാത്. കൈതപൂക്കണ കണ്ണി പാടത്ത് കാറ്റ് മൂളണ നേരത്ത് കൂരാകുന്നിന്റെ പാലമോളില് മൂങ്ങ മൂളണ നേരത്ത് കൈതപൂക്കണ കണ്ണി പാടത്ത് കാറ്റ് മൂളണ നേരത്ത് കൂരാകുന്നിന്റെ പാലമോളില് മൂങ്ങ മൂളണ നേരത്ത് പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാത് പോരണ്ട പോരണ്ടാത്. പ്രീവെട്ടൊക്കെ എടുക്കല്ലേ? സ്ഥലം കോനൂരാണ്. കോനൂരാണ് നമ്മള്. അപ്പൊ നിർത്താൻ പറഞ്ഞ ആൾ കേട്ടുന്നോണ്ട് നമ്മള് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. സമാധാനപൂർവം യാത്ര ആസ്വദിച്ച എല്ലാവർക്കും നന്ദി. വാതിൽ തുറന്നിരും. അപ്പൊ നമ്മൾ ഇറങ്ങേണ്ടതാണ്. എങ്ങനെയുണ്ടായിരുന്നു? 4 HP ആയിരുന്നു ഗൈസ്. അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? ഇതാണ് നമ്മളെ വഹിച്ചു കൊണ്ടുവന്ന എൻജിൻ. ഈ എൻജിനിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിരിക്കും ഡ്രൈവർ ചേട്ടൻ. വണ്ടികൾ വരുന്നത് കൊണ്ടിട്ടോ ഇല്ല. 5 നമുക്ക് ഇതാ ഇങ്ങനെ കിടക്ക ഇതാ വണ്ടി അവിടെ. നമ്മളങ്ങനെ ഊട്ടി. അയ്യോ നൈസ് മൂട് മോനെ അവിടെ നോക്കി. ആ മരം ഫോട്ടോഗ്രാഫേഴ്സ് ആയായിരുന്നു. എല്ലാ ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മള് യാത്ര തുടരുന്നത്. സുഹൃത്തുക്കളെ പറയ് ഈ സ്വർഗം എവിടെയാണ്? നിങ്ങൾ വീട്ടിലിരിക്കേണ്ടവരല്ല, ഈ പ്രകൃതിയുടെ വരൂ. നീ മുന്നിൽ കടന്നേ. ആ പറയ്. പ്രകൃതിക്ക് ഒരു കാഴ്ചകൾ എന്ന് പറയും. പ്രകൃതിക്ക് ഒരു കാഴ്ചകൾ ഇങ്ങനെ അറിയാനാ. നമ്മള് ഊട്ടിയിലെത്തിയിട്ട് പെട്ടെന്ന് ആനേനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആന കാട്ടുപോത്ത് എല്ലാം ഉണ്ട്. യാത്ര എങ്ങനെയുണ്ടായിരുന്നു സാർ? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? പെരടി പോയിണ്ടാവൂലേ? ഞങ്ങള് മുന്നിലത്തെ ട്രെയിനിലായിരുന്നു. ഞങ്ങൾ ആനേനെ കണ്ടു, ആന കാട്ടീനെ കണ്ടു. ഒയ്യോ ധാരത് റാപ്പർ കടിക്കോ? റാപ്പ് പാടുവോ?
പോയിടും കാര്യങ്ങൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞു ട്രെയിനില്. ഇങ്ങനെ കറങ്ങിക്കുക അപ്പൊ രണ്ടാമത്തെ വാവ് സൂപ്പർ. അതെ നിന്റെ കറക്കം സൂപ്പറായിട്ടുണ്ട്. എന്റെ ഈ വള്ളി വർത്താനം നിർത്തിക്കോ. പൂശിയ കളയും. അതെങ്ങനെ നിർത്തുക? അത് പിടിച്ചു നിർത്തണം, പിടിച്ചു നിക്കണം ചേട്ടാ. അമ്പോ ഇത് നല്ല രസമുണ്ടല്ലോ. വാവ് സൂപ്പർ. ഇതാണ് മറ്റേ പണ്ടത്തെ വേണ്ട 2010. അയ്യോ ആദിത്യ എവിടെയായിരുന്നു? നമ്മള് ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? ഫുഡ് അടിക്കല്ലേ? അപ്പൊ നമ്മള് ഫുഡ് അടിക്കാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുള്ള കാരണം ഫുഡ് വന്നതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണമെന്ന് എടുക്കാൻ പറ്റില്ല അല്ലേ? വേഗം കഴിക്കും. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. ഇനി റിട്ടേൺ ടു വീട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ, സി യു.